ഒരു ബിസിനസ് തുടങ്ങാൻ എളുപ്പമാ, പക്ഷേ അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതോ? എന്താണ് ശരിക്കും ഒരു സക്സസ്ഫുൾ ബിസിനസിന്റെ രഹസ്യം? ഇന്ന് നമ്മള് ആ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? സ്വന്തമായിട്ടൊരു ബിസിനസ് അത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. പക്ഷെ ഒരു ഞെട്ടിക്കുന്ന സത്യമുണ്ട്: തുടങ്ങുന്ന മിക്ക ബിസിനസ്സുകളും ആദ്യത്തെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരാജയപ്പെടുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു നല്ല ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണോ? രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പരാജയത്തിന്റെ പ്രധാന കാരണം ഒരു മോശം ഐഡിയ അല്ല, മറിച്ച് ആ ഐഡിയയെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ട ഒരു ശക്തമായ സിസ്റ്റം ഇല്ലാത്തതാണ്. ഒരു മികച്ച ഐഡിയ മാത്രം പോരാ, അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കിടിലൻ സിസ്റ്റം കൂടി വേണം. ഇതിനെ നമുക്ക് ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു കാറ് പോലെയാണ്. സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എൻജിൻ, ടയറുകൾ, സ്റ്റിയറിംഗ് ഇതൊക്കെ ഒരുമിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പ്രശ്നം പറ്റിയാൽ മതി, വണ്ടി അവിടെ നിൽക്കും. അപ്പോ ഈ ബിസിനസ് വണ്ടിക്ക് എത്ര ഭാഗങ്ങളുണ്ട്? കൃത്യമായിട്ട് പറഞ്ഞാൽ 7 എണ്ണം. ഈ 7 പ്രധാന പ്രവർത്തനങ്ങളാണ് ഒരു ബിസിനസിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പോ ഏതൊക്കെയാണ് ഈ 7 എണ്ണം എന്ന് നോക്കാം. മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, HR, സെയിൽസ്, ഓപ്പറേഷൻസ്, അക്കൗണ്ട്സ്, പിന്നെ ലീഗൽ. ഇനി നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ബിസിനസ്സിന് കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കാനും അതിന്റെ വളർച്ചയ്ക്ക് ഒരു അടിത്തറയിടാനും സഹായിക്കുന്ന ഫങ്ഷൻസ്. ഒന്നാമത്തേത്, ഒരുപക്ഷെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മാനേജ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബിസിനസിന്റെ ഒരു ബ്രെയിനാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് അങ്ങോട്ട് എത്തുന്നത്, ഇങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെയാണ്. ഈ മാനേജ്മെന്റിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് സ്ട്രാറ്റജി, അതായത് കമ്പനിയുടെ വലിയ ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. രണ്ടാമത്തേത് ഫങ്ഷൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് പീപ്പിൾ, നമ്മുടെ കൂടെയുള്ള ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഒരു സ്ട്രോങ് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അത് കടലിൽ ദിശയറിയാതെ അലയുന്ന ഒരു കപ്പൽ പോലെ ആകും. ലക്ഷ്യം വേണമല്ലേ? ഇനി മാർക്കറ്റിംഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ലെങ്കിലോ? ഒരു കാര്യവുമില്ല അല്ലേ? അവിടെയാണ് മാർക്കറ്റിംഗിന്റെ റോൾ. അത് നിങ്ങളുടെ ബിസിനസിന്റെ ശബ്ദമാണ്, ലോകത്തോടുള്ള സംസാരമാണ്. അപ്പം മാർക്കറ്റിംഗ് ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റില് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തലാണ് മെയിൻ പണി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ലീഡ് ജനറേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, പിന്നെ പരസ്യങ്ങള്, ക്യാമ്പയിനുകൾ, ഇങ്ങനെ ഒരുപാട് വഴികൾ ഉപയോഗിക്കും. ഈ സ്ലൈഡിൽ പറയുന്നതാണ് 100% സത്യം. നിങ്ങൾ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് നിങ്ങളെ അറിയില്ല, അത്രയുള്ളൂ കാര്യം. അടുത്തത് HR, അതായത് ഹ്യൂമൻ റിസോഴ്സ്. ഒരു കാര്യം ഓർക്കണം, ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അത് അതിലെ ആളുകളാണ്. ഏറ്റവും പുതിയ ടെക്നോളജിയൊക്കെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും, പക്ഷേ ഒരു നല്ല ടീമിനെ അങ്ങനെയൊന്നും വാങ്ങാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കണം. HR-ന് പ്രധാനമായും 3 ജോലികളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ബിസിനസ്സിന് പറ്റിയ ശരിയായ ആളുകളെ കണ്ടെത്തുക. 2, അവരെ ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, കഴിവുള്ളവരെ നമ്മുടെ കൂടെ തന്നെ നിർത്തുക. കാരണം ഒരു സ്ട്രോങ് ടീം ഉണ്ടെങ്കിൽ പിന്നെ ബിസിനസിന്റെ വളർച്ച ആർക്കും തടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരുമാനമുണ്ടാക്കുന്നതിനും കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കുന്നതിനും ബിസിനസിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ്. അടുത്തത് സെയിൽസ്, ബിസിനസിന്റെ റവന്യൂ എഞ്ചിൻ. മാർക്കറ്റിംഗ് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമുക്ക് പണം തരുന്ന കസ്റ്റമേഴ്സാക്കി മാറ്റുന്ന ആ ഒരു മാജിക് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ലീഡുകളെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിലുടനീളം സെയിൽസ് ടീമുണ്ട്. പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുന്നത് മുതൽ നെഗോസിയേഷൻസ് നടത്തി ഡീൽ ക്ലോസ് ചെയ്യുന്നത് വരെ എല്ലാം അവരുടെ കയ്യിലാണ്. ഇനിയുള്ളത് ഓപ്പറേഷൻസ്. നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുന്നു എന്ന് വെക്കുക. അത് ഉണ്ടാക്കുന്നത് മുതൽ അത് കൃത്യമായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പറേഷൻസിന്റെ ഭാഗമാണ്. നമ്മൾ കൊടുത്ത വാക്ക് പാലിക്കുന്നത് അല്ലെങ്കിൽ ആ വാല്യൂ ഡെലിവർ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റാണ്. നിങ്ങളുടെ ഓപ്പറേഷൻസ് എത്രമാത്രം സ്മൂത്ത് ആണോ അത്രയും ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സും. സന്തോഷമുള്ള കസ്റ്റമേഴ്സ് തിരിച്ചു വരും. അതുമാത്രമല്ല, അവര് 4 ആളോട് നമ്മളെ പറ്റി പറയുകയും ചെയ്യും. അടുത്തത് അക്കൗണ്ട്സ്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹാർട്ടാണെന്ന് പറയാം.
ഓരോ രൂപയും എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ഒരു കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നത് ഇവരാണ്. ഒരു ബിസിനസ് ചിലപ്പോൾ പേപ്പറിൽ നല്ല ലാഭത്തിലായിരിക്കും, പക്ഷേ കയ്യിൽ പണമില്ലെങ്കിൽ അതെപ്പോ വേണമെങ്കിലും പൂട്ടിപ്പോകാം. അതുകൊണ്ട് ഈ പണത്തിന്റെ വരവും പോക്കും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കുക എന്നതാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഫംഗ്ഷൻ ലീഗൽ. ബിസിനസ് ലോകം എന്ന് പറയുന്നത് നിയമങ്ങളുടെ ഒരു കാർഡ് പോലെയാണ്. പലതരം കോൺട്രാക്റ്റുകള്, ലൈസൻസുകള്, നിയമപരമായ പ്രശ്നങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള ഒരു കവചം പോലെയാണ് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കമ്പനിയെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ? മാനേജ്മെന്റ് ഒരു ലക്ഷ്യം വെക്കുന്നു, മാർക്കറ്റിംഗ് ആളുകളെ ആ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കുന്നു, HR നല്ലൊരു ടീമിനെ ഉണ്ടാക്കി അതിന് ശക്തി പകരുന്നു, സെയിൽസ് ആ താൽപര്യത്തെ പണമാക്കി മാറ്റുന്നു, ഓപ്പറേഷൻസ് ആ വാഗ്ദാനം കസ്റ്റമർക്ക് നൽകുന്നു. ഇതിനെല്ലാം സാമ്പത്തിക സുരക്ഷ അക്കൗണ്ട്സും നിയമപരമായ സംരക്ഷണം ലീഗലും ഉറപ്പാക്കുന്നു. കണ്ടില്ലേ, എല്ലാം ഒരുമിച്ചൊരു മെഷീൻ പോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ബിസിനസ് വണ്ടി ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അവസാനമായിട്ട് ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക: വലിയ ബിസിനസ്സുകളൊന്നും ഭാഗ്യം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അവ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത സിസ്റ്റങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത് ഇതാണ്: നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഐഡിയയിൽ ഈ പറഞ്ഞ 7 ഭാഗങ്ങളും ഒരുപോലെ സ്ട്രോങ് ആണോ?